ഹായ് നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമ്പിലാവ് അഞ്ചമ്പലം ശ്രീ മുരുക വിഷ്ണുമായ ക്ഷേത്രത്തിലാണ് ഉണ്ടാകും. അവിടുത്തെ ചടങ്ങുകളും ബാക്കി കാര്യങ്ങളും വഴിപാടുകളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അഞ്ചമ്പല നടയിൽ നിൽപ്പൂ തൊഴുകയ്യാൽ ഞാനിൻ സ്വാമി കൺതുറന്നൊന്നു നോക്കൂ. അഞ്ചമ്പല വിഷ്ണുമായി നിൻ കരുണയ്ക്കളവില്ലല്ലോ, നിൻ മായയ്ക്കതിരില്ലല്ലോ. കരുണാമയനാമെന്നുണ്ണി കൺതുറന്നൊന്നു നോക്കൂ. അഞ്ചമ്പല നടയിൽ നിൽപ്പൂ തൊഴുകയ്യാൽ ഞാനിൻ സ്വാമി കൺതുറന്നൊന്നു നോക്കൂ. അഞ്ചമ്പല വിഷ്ണുമായി പേരുകേട്ട പെരുമ്പിലാവിൽ അഞ്ചമ്പല മുരുക ക്ഷേത്രം വാഴുന്നെൻ മായക്കാരൻ പൊന്നുണ്ണി മായയവിടെ. സ്വാമി നീ പകരൂ അറിവും സ്നേഹത്തിൻ മാർഗദീപ പാതയിലൂടെന്നുമെന്നെ കൈപിടിച്ചു കൊണ്ടുപോകൂ. അഞ്ചമ്പല നടയിൽ നിൽപ്പൂ തൊഴുകയ്യാൽ ഞാനിൻ സ്വാമി കൺതുറന്നൊന്നു നോക്കൂ. അഞ്ചമ്പല വിഷ്ണുമായി. ഈ അഞ്ചമ്പലത്തിൻ്റെ ഊരാളനുമായിട്ട് സംസാരിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആളോട് ഇവിടുത്തെ കാര്യങ്ങളും വഴിപാടുകളും ഒക്കെ ചോദിച്ചറിയാം കേട്ടോ. ഹായ് നമസ്കാരം. നമസ്കാരം. ഈ അഞ്ചമ്പലം എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്? അഞ്ച് മൂർത്തികളാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠകൾ. അതിൽ മുരുകനാണ് മെയിൻ പ്രതിഷ്ഠ. ബാക്കി അയ്യപ്പനുണ്ട്, മൂകാംബികയുണ്ട്, ഭദ്രകാളിയുണ്ട്, വിഷുമായുണ്ട്. മെയിൻ പ്രതിഷ്ഠ മുരുകനാണ്. മുരുകൻ്റെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ മകരത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ വരണം. എൻ്റെ പൂയ നാളിലല്ല. അല്ല. പിന്നെ വിഷ്ണുമായാണ്. വിഷ്ണുമായിലെ മാസം 2 തുള്ളല്, പിന്നെ വർഷത്തിൽ വലിയൊരു കളം, ഏപ്രിൽ ആദ്യത്തെ ശനിയാഴ്ച. അങ്ങനെ ഭദ്രകാളിക്ക് പൂരം നടത്തും. മുരുകന് അന്ന് തന്നെ കാവടിയാട്ടുണ്ടാവും. ഗുരുതി മാസം 2 പ്രാവശ്യം. പിന്നെ ഇവിടെ ചടങ്ങുകൾ വേറെ മുട്ടിറക്കി നമ്മളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ആൾക്കാർക്ക്. പിന്നെ ആൾക്കാർ വരും, വഴിപാട് മുരുകനെ ചെയ്യും. എല്ലാം കുറെ അകലെന്നൊക്കെ ആൾക്കാർ പാലക്കാട്, കണ്ണൂര്, കാസർഗോഡ്, തിരുവനന്തപുരം വരെ നമുക്ക് ആൾക്കാരുണ്ട്. ഇവിടെ ദർശന ടൈം എങ്ങനെയാ? നമ്മുടെ കാലത്ത് 5:30 നട തുറക്കും, 11 മണി വരെ ഉണ്ടാവും. വൈകിട്ട് നമ്മളൊരു 5 മണിക്ക് തുറന്നിട്ട് ഒരു 7:30 വരെ ഉണ്ടാവും. ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. നാട്ടിലെ നല്ലൊരു അമ്പലമായിട്ടാണ് ആൾക്കാർ കാണുന്ന അമ്പലമാണ്. പ്രൈവറ്റ് ആണെങ്കിലും കൂടി നമ്മൾ നാട്ടുകാർക്കാണ് വിട്ടു കൊടുക്കുന്ന പോലെയാണ് കാര്യങ്ങൾ. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ കണ്ടു നല്ല തിരക്കാണ്. നിൻ കരുണയ്ക്കളവില്ലല്ലോ, നിൻ മായയ്ക്കതിരില്ലല്ലോ. കരുണാമയനാമെന്നുണ്ണി കൺതുറന്നൊന്നു നോക്കൂ. മനമുടഞ്ഞു കണ്ണിറഞ്ഞു ഉള്ളു വിങ്ങി വീണുപോയി ഞാൻ. ഇരുകൈയും നീട്ടി എന്നെ ചേർത്തു നിർത്തി നീ എൻ സ്വാമി. വരാഹരൂപം ദൈവവരീഷ്ടം വരസ്മിതവദനം വജ്രദന്തധര രക്ഷാകവചം ശിവശംഭൂ
ಭುವಿ ಸಂಜಾತ ನಂಬಿದವಗಿಂಬು ಕೊಡುವವ ನೀತ ಸಾವಿರ ದೈವದ ചേച്ചി ഈ അമ്പലത്തിൽ വന്നിട്ട് എത്ര വർഷമായി? 15 വർഷമായി. അമ്പലത്തിന്റെ എന്തെങ്കിലും പ്രത്യേകതകൾ അനുഭവങ്ങളൊക്കെ? നല്ല അനുഭവമാണ്. എന്താഗ്രഹിച്ചാലും നടക്കും. നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിക്കണം അതൊക്കെ നടക്കാറുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടാണ് നടക്കുന്നത്. ഞാൻ ഇന്നും ഈ ഭഗവാനെ കുറിച്ചിട്ടും തൊഴുതിട്ടാണ് നടക്കുന്നത്. എല്ലാവരോടും വരുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും സാധിക്കാറുണ്ട്. അമ്പലത്തിൽ കുറേ കാലമായി തുടങ്ങിയിട്ട്? കുറേ കാലമായി. അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞത് 1980. 80 ഇവിടെ വരുന്ന കാലത്ത് ഈ അമ്പലം ഇവിടെ ഉണ്ട്. ഈ അമ്പലത്തിൽ ഞാൻ വരാറും തൊഴാറൊക്കെ ഉണ്ട്. പിന്നെ കുറേ തൊഴാൻ വരും. അങ്ങനെ കുറച്ച് കാലമായിട്ട് ഈ അമ്പലത്തിൽ അത്ര മുടങ്ങാതെ വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആദ്യത്തെക്കാളും കുറേ പുരോഗമനം ഉണ്ട്. ക്ഷേത്രവും പുരോഗമനം വന്നു. നമ്മളെന്താണോ ആഗ്രഹിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് പറയുന്നത് അത് ഭഗവാൻ നടത്തി തരും. വിശ്വസിച്ചിട്ട് അപ്പം അതുപോലെ ഞാൻ എൻ്റെ കുടുംബപരമായിട്ടും എൻ്റെ ശാരീരികപരമായിട്ടും ഞാൻ കുറേ തളർന്ന അവസരത്തൊക്കെ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഈ ഭഗവാന്റെ അടുത്ത് ഇരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാൻ വന്നത്. നല്ല അനുഭവവും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളൊരു ഭഗവാനും സ്ഥലമാണ് ഇത്. അപ്പോൾ അത് എത്രയും കൂടുതൽ വാനോളം ഭഗവാൻ പോകണം എന്നാണ് എൻ്റെ വിചാരം. ചേട്ടാ ഇവിടുത്തെ ദേവിയുടെ കോമരാണല്ലേ? ഇവിടുത്തെ ദേവിയുടെ കോമരാണ്. എത്ര കാലത്തോളം അതിൻ്റെ ഇവിടെ കോമരയ്ക്ക് ഒരു 4 വർഷത്തോളം ഇവിടുത്തെ ഉത്സവം തുടങ്ങി. ഈ ദേവിക്ക് മറ്റേ മുരുകന് വന്നിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഫസ്റ്റ് കളം തുടങ്ങി. 19 വർഷത്തോളമായി കളം തുടങ്ങി. അന്ന് മുതൽ കോമരാണ്. അപ്പോൾ ഗുരുതിയാണ് മെയിനായിട്ട്? ഗുരുതിയാണ് മെയിനായിട്ട്. അപ്പോൾ അത്ര എങ്ങനെയത് മാസത്തിലാണോ? മാസത്തിൽ 2 ഗുരുതിയാണ് വരാറ്. 2 ഗുരുതി. അപ്പോൾ ഉത്സവത്തിന് ഉണ്ട്. ഏത് മാസത്തിൽ ഉത്സവം? അത് ജനുവരിയാണ് വരിക. മെയിൻ പ്രധാന ദേവിയിലെ പ്രധാനമായിട്ടുള്ള ഇത് എന്താ ഇവിടെ? ഉത്സവം ഗുരുതി. ഞാൻ ഇപ്പോൾ ഈ അഞ്ചമ്പലത്തിൽ 15 കൊല്ലമായി. ഈ 15 കൊല്ലത്തിലിടയ്ക്ക് എനിക്ക് വളരെ ഗുണങ്ങളാണ്. മക്കളടക്കം പൊന്തിപ്പോയി. ഇപ്പോൾ UK മക്കൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വളരെ സുഖമാണ്. നമ്മൾ എന്ത് കാര്യം ഈ അഞ്ചമ്പലത്തിൽ വിചാരിച്ചാൽ കാര്യം നടക്കും. നല്ല കാര്യങ്ങൾ സ്വാമിനെ പ്രാർത്ഥിച്ചാൽ മതി. ശരിക്കും നാട് എവിടെയാ? എൻ്റെ നേരെ ചങ്ങരകുളം. അപ്പോൾ സ്വാമിനെ ഇനിയിപ്പം ദർശനം കൂടി കണ്ടിട്ട് പോകുള്ളൂ? അല്ലല്ല, ഞാൻ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോകും. ഞാൻ സ്വാമിക്ക് മുതലുണ്ടാക്കാൻ ഞാൻ നടക്കുക. ശരി. അപ്പോൾ എനിക്ക് അങ്ങനെ എന്ത് കിട്ടണം അല്ലെങ്കിൽ തരണം എന്നൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് മറ്റേ വിഷ്ണു സ്വാമി എന്ത് പണി ഞാൻ എന്ത് വിചാരിച്ചാലും നടത്തില്ല. 15 കൊല്ലം എങ്ങനെ ഒരാൾ ഇവിടെ നിൽക്കില്ല. ഒരു ദോഷവും നമുക്ക് അതുകൊണ്ടില്ല. മക്കളുടെ മക്കൾക്കും ഒക്കെ ഗുണങ്ങളാണ്. ഈ അഞ്ചമ്പലത്തിൽ എത്ര കാലമായിട്ട്? ഞാനൊരു 14 വർഷമായി. അന്ന് മുതൽ ഇങ്ങനെ മാറ്റാണ് വന്നു തുടങ്ങി. എന്തെങ്കിലും അനുഭവം ഇല്ലാണ്ട് വരില്ല? ഇല്ല, ഉണ്ട്, അനുഭവങ്ങളുണ്ട്. ഞാൻ ആദ്യം വന്നത് ഇവിടെ ഡൈവോഴ്സിൻ്റെ കാര്യത്തിനൊക്കെ വന്നു. പിന്നെ അതിവിടെ നടത്തിയിട്ട് വീട് വെച്ച് സ്വന്തമായിട്ട് വീടായി. പിന്നെ ഇവിടുത്തെ ഒരാളായി. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭഗവാന്റെ അടുത്ത് താമ്പൂലം കൊടുത്ത് ഇരിക്കാനുള്ള ഒരു യോഗം. അമ്പലത്തിൽ വന്നിട്ട് എത്ര കാലമായില്ലേ? ഏകദേശം 10 വർഷത്തോളമായി. സാധാരണ തുള്ളലിന് ഇവിടെ എത്തും. അതെ അതെ, സാധാരണ എന്ന് പറഞ്ഞാൽ അതെ അതെ. അപ്പോൾ ഇവിടുത്തെ അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ? എനിക്ക് നല്ല അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്ന മുതൽക്ക് മുടങ്ങാതെ വരുന്നത്. ഇപ്പോൾ 2 ചെറിയ ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ മകള് +2 കഴിഞ്ഞാണ് പരീക്ഷയ്ക്ക് ജയിക്കുമോ ഇല്ലെന്ന് പേടിയിലായിരുന്നു. മകൾ പറഞ്ഞാൽ അറിവല്ലേ എനിക്കുള്ളൂ പഠിക്കുന്നവർ. അപ്പോൾ അതനുസരിച്ച് എനിക്ക് പേടിയിലായിരുന്നു. സ്വാമിയുടെ അടുത്ത് പറഞ്ഞു ഒന്ന് അനുഗ്രഹം ചെയ്തു തരണമെന്ന്. വിഷമം കൂടാതെ പരീക്ഷയ്ക്ക് പാസ്സായി. ഇനിയൊരു പ്രശ്നം ഉണ്ടായി. എൻ്റെ കയ്യിലൊരു വാഹനം ഉണ്ടായിരുന്നു. അത് ഒരാൾക്ക് വിറ്റു. പക്ഷെ ആൾ പേര് മാറ്റിയില്ല. ഞാനായിട്ട് ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെയൊക്കെ ആൾ എവിടെ പോയി ഒന്ന് തട്ടി ഒരാളായിട്ട് ആക്സിഡൻ്റായി. അതിൻ്റെ കേസും ഉണ്ടായിരുന്നു. കോടതിയിൽ നടന്നു. അവസാനം എനിക്ക് ലെറ്റർ തന്നു. 75,000 മറ്റോ കോടതിയിൽ എന്തിന് കോടതിയിൽ കെട്ടണമെന്ന് പറഞ്ഞു. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. അവസാനം വന്ന് ഞാൻ സ്വാമിയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ കാശില്ലെന്നായിരുന്നു. സ്വാമി പറഞ്ഞു ശരി ഞാൻ നോക്കിയേക്കാം, സമാധാനപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു 5-8 വർഷം അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് വരെ. അപ്പോൾ അത് മുതൽക്ക് പിന്നെ ചെറിയ പല കാര്യങ്ങളും എൻ്റെ അനുഭവത്തിൽ അതുകൊണ്ട് ഞാൻ മുടങ്ങാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുടങ്ങിയിട്ടുമില്ല. അതെ, മുടങ്ങാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, മുടങ്ങിയിട്ടുമില്ല. എനിക്ക് വളരെ തൃപ്തിയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ വരുന്നത്. ഈ അഞ്ചമ്പലത്തിൽ സ്ഥിരം വരുന്ന ആളാണോ? ഞാൻ വരാൻ തുടങ്ങിയിട്ട് 10 വർഷമായി.
എനിക്ക് അതിനുള്ള ഗുണങ്ങളും ഉണ്ട്, കാര്യങ്ങളും ഉണ്ട് ഇവിടെ വരുമ്പോൾ. പിന്നെ ഞാൻ വരാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് കൂടെ ആദ്യം പൂജയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നാണ് എനിക്ക് വന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഗുണങ്ങളും എൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചുകൊണ്ടിരിക്കും. എവിടെ സ്ഥലം വരുന്നപ്പോൾ? ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ കുമ്പിടിയിലാണ്. അത്ര ദൂരം നിന്നാണ് വരുന്നത്. പിന്നെ രാവിലെ നേരത്തെ വരും. പിന്നെ സ്വാമിയുടെ ദർശനം കാണാൻ വേണ്ടി വന്നതാണ്. ദർശനം കാണാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾ വരുമ്പോൾ കുറച്ച് നേരത്തെ വരും. പ്രസാദോട്ടിലും കൂടി പങ്കെടുത്ത് അതിൽ സഹായിക്കുകയും ചെയ്യും. അത് നമുക്കൊരു പുണ്യം. അതിനുള്ള ഗുണങ്ങളുണ്ട്. വന്ന് വരുന്നതിനുള്ള ഗുണങ്ങളുണ്ട്. വരാൻ സാധിക്കുന്നത് സ്വാമിയുടെ കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ വരില്ലല്ലോ. സ്വാമിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ വരുന്നത്. അതെ, വളരെ മുമ്പ് മുതൽക്കന്നെ ക്ഷേത്രമായിട്ട് പിന്നെ ഇവിടുത്തെ സ്വാമി ലക്ഷ്മണേട്ടനായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ ആൾക്ക് വളരെ ഒഴിവാക്കാൻ പറ്റാത്തൊരു അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ അന്ന് തുറക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെ ആയിരുന്നു ഒരു ഘട്ടം, പുറത്തൊന്നും പോരുന്നില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും. കാരണം ഇവിടെ നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എന്താണ് ഇവിടുത്തെ അനുഭവം എന്ന് വെച്ചാൽ അനുഭവിച്ചറിയണം, അല്ലാതെ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അനുഭവത്തിലറിയണം. വന്ന് കാണും. അപ്പോൾ വരാൻ കഴിയുന്നവർ ഒരു തവണയിലും വരിക. അപ്പോൾ എന്താ ഇവിടുത്തെ ഒരു അന്തരീക്ഷവും ബാക്കിയുള്ള കാര്യങ്ങളും ആളുകളും എല്ലാം മനസ്സിലാവും. പിന്നെ മുരുകനാണ് പ്രധാന പ്രതിഷ്ഠ, പിന്നെ വിഷ്ണുമായ, ഭദ്രകാളി, ഗണപതി, അയ്യപ്പൻ, പിന്നെ ഹനുമാൻ സ്വാമി. അപ്പോൾ ഇവിടെ വന്ന് 1-2 തവണ വരുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞറിയിക്കുന്നത് നല്ല നേരിട്ട് വന്നിട്ട് ആ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നതാണ്. നടയിൽ നിൽപ്പൂ തൊഴുകയ്യാൽ ഞാനിൻ സ്വാമി കൺ തുറന്ന